എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ രാജ്യം വിട്ടു പോകുന്നതെന്ന് ചോദിച്ചാൽ ഒരു കാര്യം ഞാൻ പറയാം, ഒറിജിനൽ ക്ലാസ്സുകൾ അന്വേഷിച്ചിട്ടാണ്. കാരണം നിങ്ങളെന്താ ചെയ്തത്? നിങ്ങൾ ചെയ്തത് കുട്ടികളോട് നിങ്ങളുടെ മാതൃഭാഷ മലയാളമല്ല ഇംഗ്ലീഷാണെന്ന് പഠിപ്പിച്ചു, അല്ലേ? അങ്ങനെയാണല്ലോ പഠിപ്പിക്കുന്നത്. ഇംഗ്ലീഷാണെന്ന് പഠിപ്പിച്ചു. ദാന്തെ പറഞ്ഞത് ഏതൊരു ഭാഷയാണോ ആയമാർ സംസാരിക്കുന്നത് അതാണ് മാതൃഭാഷ. ഇപ്പോൾ അതാ സംഭവിക്കുന്നത്. അച്ഛനമ്മയും പറയുന്നില്ല, വളർത്തുന്ന കുട്ടിയാണ് മാതാവാണ് പറയുന്നത്, അല്ലെങ്കിൽ ആയയാണ് പറയുന്നത്. അങ്ങനെ കുട്ടിയെ പഠിപ്പിച്ചതിന് ശേഷം കുട്ടിയോട് പറയുന്നത് കേരളം നിങ്ങളുടെ സ്ഥലമല്ല, അത് പേരിട്ട് പറയേണ്ടതില്ല, മലയാളം അനുവദിക്കപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതാണ്. പിന്നെ കുട്ടി എന്താ ചെയ്യുന്നത്? ഈ സ്വദേശം അന്വേഷിച്ച് പോവുക ചെയ്യുന്നത്, അല്ലേ? എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു, ബാങ്കിൽ നിന്ന് ലോണും എടുത്തിട്ട്. സാധാരണ കർഷകർക്കും തൊഴിലാളികൾക്കും ഗുണകരമാകേണ്ട ലോണും കൊണ്ടാണ് പോകുന്നത്. കുഴപ്പമൊന്നുമില്ല, അയാൾ തിരിച്ചു വരുമായിരുന്നെങ്കിൽ, അയാളുടെ പണം തിരിച്ചു വരുമായിരുന്നെങ്കിൽ. പിന്നീട് നെടുനെട്ടോട്ടാ, പോയാൽ തിരിച്ചു വരില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ആ നിലയിലുള്ള ഒന്നിനെ രൂപീകരിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ പ്രാഥമിക രൂപീകരണം. ഇത് നിങ്ങളുടെ ഇടമല്ല എന്ന് പറയുമ്പം ഹോം ഫീൽ ചെയ്ത് നിങ്ങളുടെ വീടാണെന്ന് തോന്നണമെങ്കിൽ അവിടെ പോകണം എന്ന് വരുന്നു. അതുകൊണ്ട് മാതൃഭാഷാ വിദ്യാഭ്യാസം, മാതൃഭാഷാ മാധ്യമം, മാതൃഭാഷയുടെ അന്തരീക്ഷമാണ് ഒരു കുട്ടിയുടെ ആന്തരിക ലോകത്തെ കേരളവുമായി ഇണക്കി ചേർക്കുന്നത്. നമ്മുടെ വിഭവങ്ങളുടെ മേലുള്ള സാംസ്കാരികമായ ബന്ധം ഒരു കുട്ടിക്കുണ്ടാവുന്നത് അവരുടെ ഭാഷയിലൂടെയാണ്. ആദിവാസിയുടെ ഭാഷയിലൂടെയാണ് കാട്ടിലെ വിഭവങ്ങളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കപ്പെടുന്നത്. അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടാൽ ആ വിഭവാധികാരമാണ് നഷ്ടപ്പെടുന്നത്, വിഭവങ്ങളുടെ അഭിമാനമാണ് നഷ്ടപ്പെടുന്നത്, ആ വിഭവങ്ങളോടൊപ്പം ജീവിക്കാനുള്ള അനുഭൂതികളാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഭാഷ നഷ്ടപ്പെടുമ്പോൾ അതൊരു സാംസ്കാരിക നഷ്ടം മാത്രമല്ല, അതൊരു സാമ്പത്തിക നഷ്ടവും സാംസ്കാരിക നഷ്ടവും അതോടൊപ്പം തന്നെ ആത്മനഷ്ടവും കൂടിയാണ്. മറ്റെല്ലാം നേടിയിട്ടും ആത്മാവ് നഷ്ടപ്പെട്ടിട്ട് എന്ത് പ്രയോജനം എന്ന് പറഞ്ഞല്ലോ, അല്ലേ? വള്ളത്തോൾ കവിത പറയാം: എപ്പോൾ വരേക്കുമില്ലേവർ തൻ ഭാഷയ്ക്ക് കെൽപ്പും പരപ്പും നടപ്പുമൊന്നും, അപ്പോൾ വരേക്കവരാവതില്ലാത്തവർ അപ്രഫുല്ലാശയർ അപ്രശസ്തർ. നിങ്ങൾ ഏത് ഭാഷ പഠിച്ചാലും എപ്പോൾ വരേക്കുമില്ലേവർ തൻ ഭാഷയ്ക്ക് കെൽപ്പും പരപ്പും നടപ്പുമെന്നും, ഏത് ഘട്ടം വരെയാണോ ഒരു ജനതയുടെ ഭാഷയ്ക്ക് കെൽപ്പും പരപ്പും നടപ്പുമില്ലെങ്കിൽ, എന്ന് വെച്ചാൽ മലയാളത്തിന് ഈ ആന്തരിക ശക്തി ഇല്ലെങ്കിൽ, അപ്പോൾ വരേക്ക് അതുണ്ടാകുന്നത് വരെ, അപ്പോൾ വരേക്ക് അവരാവതില്ലാത്തവർ, അവർ ദുർബലരായിത്തീരും. അപ്പോൾ വരേക്ക് അവരാവതില്ലാത്തവർ അപ്രഫുല്ലാശയർ, മനസ്സ് വികസിക്കാത്തവർ അപ്രശസ്തർ, അവർ അറിയപ്പെടുകയും ചെയ്യുകയില്ല. നിങ്ങളുടെ ഭാഷ, നമ്മുടെ ഭാഷ കിട്ടുന്ന അംഗീകാരമാണ് നമ്മുടെ അംഗീകാരം. ഭാഷ തന്നെയാണ് ആത്മാവ് എന്ന് പറയുന്ന അർത്ഥത്തിൽ, വിശാലാർത്ഥത്തിൽ എല്ലാ ഭാഷകളെയും. അതുകൊണ്ട് നമ്മളതിനെ ആന്തരികമായി നമ്മൾ സ്വാംശീകരിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടിയാണ്. മാതാവിനായി സമർപ്പിക്കായിൽ മാഴ്പെട്ട് അതിൽ നിന്നും ആർജിച്ച രത്നങ്ങൾ മാതാവിൻ, അതായത് നാം ഉണ്ടാക്കിയെടുക്കുന്ന മറ്റു ഭാഷകളുടെ വിജ്ഞാനങ്ങൾ മാതാവിനായി സമർപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വേല പാടിൽ എന്ന് വള്ളത്തോള പറഞ്ഞത്. അതുകൊണ്ട് എത്രയും ഭാഷകൾ പഠിക്കുക, ആ ഭാഷകളുടെ വിജ്ഞാനം മുഴുവൻ മലയാളി